മദ്രിദ് ചമാർത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്രയുടെ ലക്ഷ്യം വടക്കൻ സ്പെയിനിലെ അതിമനോഹരമായ സാൻ സെബാസ്റ്റ്യൻ നഗരത്തിലേക്കാണ്. ബിസ്കേ ഉൾക്കടലിൻ്റെയും പസയ്യ, ഓറിയോ എന്നീ നഗരങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന അതിമനോഹര പട്ടണം. കരിങ്കൽ പാകിയ പഴയ പട്ടണത്തിൻ്റെ ചരിത്രപരമായ ചാരുത മുതൽ ഐതിഹാസികമായ ലാ കോഞ്ച ബീച്ച് വരെ സാൻ സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ ദൊണോസ്തിയയ്ക്ക് സ്വന്തം. പ്രകൃതി രമണീയത കൊണ്ടും വ്യത്യസ്തമായ ആഹാര സമ്പ്രദായങ്ങളാലും ഭൂപ്രകൃതി കൊണ്ടും ബാസ്കെ സംസ്കാരത്തിൻ്റെ ഈ ഹൃദയഭാഗം ലോകസഞ്ചാരികളുടെ അവധിക്കാലങ്ങളിൽ എന്നും നിറയുന്നു. ചരിത്രം ജീവിക്കുന്ന സ്പെയിൻ രാജ്യത്തിൻ്റെ ബാസ്കെ രാജ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുലർകാലം 7 മണി. മദ്രിദ് നഗരത്തിൽ സൂര്യോദയം തുടങ്ങിയ സമയം ഞങ്ങൾ ചമാർത്തിൻ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും സ്പെയിൻ്റെ ട്രെയിൻ കമ്പനിയായ റെൻഫെയുടെ ട്രെയിനിൽ യാത്ര തിരിച്ചു. യാത്രയിലുടനീളം കണ്ട കാഴ്ചകൾ മനോഹരമായിരുന്നു. തളിരിലകളോടെ പാടങ്ങളിൽ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുന്ന ചെടികൾ, വസന്തത്തിൻ്റെ നിറവിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കടുക് തോട്ടങ്ങൾ, അങ്ങകലെ ഇവയെല്ലാം സംരക്ഷിച്ചു നിൽക്കുന്ന മാമലകൾ. മനസ്സിന് കുളിർമയേകാൻ ഇതിനപ്പുറം എന്തു വേണം? 5 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സാൻ സെബാസ്റ്റ്യനിൽ എത്തിച്ചേർന്നു. സമയം ഉച്ചയായതിനാൽ ഭക്ഷണം കഴിക്കാനായി പ്രായത്തിൽ ഒരുപാട് മൂപ്പുള്ള ഇവിടത്തെ ഒരു ഭക്ഷണശാലയിലേക്ക് നടന്നു. റോഡിൻ്റെ ഇരുവശവും പുരാതന രീതിയിൽ പണികഴിപ്പിച്ച കെട്ടിടങ്ങൾ കാണാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണിവ. ഇതിൽ ഓഫീസ് സ്ഥാപനങ്ങൾ, അപ്പാർട്ട്മെൻറ്റുകൾ, ഹോട്ടലുകൾ അങ്ങനെ നിര നീളുന്നു. പാലത്തിനു താഴെ കടൽ സ്വയം രസിച്ചൊഴുകിക്കൊണ്ടിരുന്നു. നടപ്പാതകളിൽ ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവയിൽ ഇരുന്നു കൊണ്ട് ഈ ഭംഗി എപ്പോഴും ആസ്വദിക്കാം. ബാസ്ക് വാസ്തുവിദ്യയുടെ സൗന്ദര്യം ആസ്വദിച്ച് നടന്ന് ഞങ്ങൾ ഭക്ഷണശാലയിൽ എത്തിച്ചേർന്നു. വ്യത്യസ്തമായ ഭക്ഷണ സമ്പ്രദായം ഇവിടെ ആരംഭിക്കുന്നു. പിഞ്ചോ സംസ്കാരം. പിഞ്ചോ എന്നാൽ ചെറിയ അളവിൽ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളാണ്. ഇവിടെയുള്ളവർ ഒരു കടയിൽ നിന്നും 1-2 പിഞ്ചോയും ഒപ്പം ഏതെങ്കിലും ഒരു പാനീയവും വാങ്ങുന്നു. അതിനുശേഷം അടുത്ത ഭക്ഷണശാലയിലേക്ക് പോകും. കൂട്ടുകാരും കുടുംബവുമായുമൊക്കെ സമയം ചെലവഴിക്കാനാണ് ഈ സംസ്കാരത്തിൻ്റെ പ്രഥമ ഉദ്ദേശം. ഞങ്ങളുടെ നാവുകളിൽ പിഞ്ചോ രുചിഭേദങ്ങൾ മാറി മറഞ്ഞു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഫ്രഞ്ച് സഞ്ചാരികളോടും ഹോട്ടൽ ജീവനക്കാരോടും ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് നടന്നു. ഹോട്ടൽ മുറിയിൽ ബാഗ് വെച്ചിട്ട് ഞങ്ങൾ നടന്നു തുടങ്ങി. ആദ്യമെത്തിയത് കടൽ തീരത്താണ്. നീലിമ വറ്റാതെ സൗന്ദര്യവതിയായി നിൽക്കുന്ന കടൽ. ചാഞ്ഞും ചരിഞ്ഞും കരയെ തഴുകാനായി ഓടിയെത്തുന്ന തിരകളിൽ കുട്ടികൾ സർഫിംഗ് പരിശീലിക്കുന്നുണ്ട്. സൂര്യനുള്ള ഇളം തണുത്ത ദിനമായതിനാൽ നീന്താനും ആൾക്കാരുണ്ട്. വെള്ളമണലിൽ ഇരുന്നും കിടന്നും ദിനമാസ്വദിക്കുന്നവരുമുണ്ട്. ഇതാണ് സുറിയോള ബീച്ച്, സാൻ സെബാസ്റ്റ്യനിലെ 3 ബീച്ചുകളിൽ ഏറ്റവും ശക്തമായ തിരകളുള്ള ബീച്ച്. സാൻ സെബാസ്റ്റ്യൻ നടന്നു കാണാൻ പറ്റുന്ന ഒരു നഗരമാണ്. അവിടുത്തെ കാഴ്ചകൾ ഒന്നും ചോരാതെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അടുത്തതായി ഞങ്ങളെത്തിയത് സാൻ സെബാസ്റ്റ്യനിലെ പഴയ പട്ടണത്തിലേക്കാണ്. ചരിത്രവും സംസ്കാരവും ഒന്നിക്കുന്ന ഇടം. ഒട്ടനവധി ഭക്ഷണശാലകളും മ്യൂസിയങ്ങളും ആരാധനാലയങ്ങളും പലതരം കടകളും നിറയുന്ന ഇടം. ഇവയ്ക്ക് ഭംഗി കൂട്ടാൻ ഓരം ചേർന്ന് നിൽക്കുന്ന കടൽ. പഴയ പട്ടണത്തിൽ പ്രൗഢഗംഭീരമായ വാസ്തുവിദ്യകളോടെ നിലനിൽക്കുന്ന പ്രാചീനമായ പള്ളിയാണ് സാന്താ മരിയ ബസലിക്ക. കണ്ണഞ്ചപ്പിക്കുന്ന കൊത്തുപണികൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ പഴയ പട്ടണം നിർമ്മിച്ചിരിക്കുന്നത് വളരെയധികം കൗതുകമുണർത്തുന്ന രീതിയിലാണ്. സാന്താ മരിയ ബസലിക്കയുടെ മുന്നിൽ നിന്നും നേരെ നോക്കുമ്പോൾ കാണുന്നത് സാൻ സെബാസ്റ്റ്യനിലെ മറ്റൊരു പ്രധാന ആരാധനാലയമായ കത്തീഡ്രൽ ദെൽ ബുവൻ പാസ്തോറാണ്. 1897 മുതൽ 99 വരെയുള്ള കാലഘട്ടത്തിൽ നിയോഗോത്തിക് രീതിയിൽ നിർമ്മിച്ച കത്തീഡ്രലാണിത്. ഇതിലെ വാസ്തുവിദ്യയും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കല്ലുപാകിയ പാതയിൽ കൂടി നടന്നുകൊണ്ടിരുന്നു. ഒപ്പം തിരക്കും കൂടി തുടങ്ങി. സായാഹ്നം ഇവിടെ എല്ലാവർക്കും പ്രധാനമാണ്. കാഴ്ചക്കിടയിൽ വിശപ്പ് മുറവിളി കൂട്ടിയതിനാൽ വീണ്ടും ബാസ്ക് രുചികളിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്തി. മീൻ, കൊഞ്ച്, പോർക്ക് എന്നിവ നിറഞ്ഞ പുത്തൻ പിഞ്ചോകൾ കഴിച്ചും അവിടെ വന്ന നഗരവാസികളോട് സംസാരിച്ചും ഞങ്ങളും അറിയാതെ തന്നെ ബാസ്ക് സംസ്കാരത്തിൻ്റെ ചെറിയൊരു ഭാഗമായി. അപ്പോഴേക്കും ഇരുട്ടൊന്നുകൂടി കനത്തു. ഇളം തണുപ്പ് പുൽകി നിൽക്കുന്ന പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. സ്പെയിനിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് തോർത്തിയ അല്ലെങ്കിൽ സ്പാനിഷ് ഓംലെറ്റ്. തോർത്തിയയ്ക്ക് പ്രശസ്തമായ അന്തോണിയോ റെസ്റ്റോറൻറ്റിൽ പ്രഭാത ഭക്ഷണത്തിനായി ഞങ്ങളും എത്തി.
ചൂടോടെ വിളമ്പിയ ഒരു ചെറിയ ഭാഗം തോർത്തിയയും ഒരു കഷ്ണം ബ്രെഡും. നാവിലും മനസ്സിലും ആ രുചി ഒരുപോലെ കയറിപ്പറ്റിയിരിക്കുന്നു. അവിടെ നിന്നും വീണ്ടും മറ്റു നഗരക്കാഴ്ചകളിലേക്ക് നടന്നു. ഓരോ സമയത്തും ഈ നഗരത്തിന് വെവ്വേറെ ഭംഗിയാണ്. ഇന്നത്തെ ദിനം തുടങ്ങുമ്പോൾ ഭംഗിയൊട്ടും കുറയാതെ നീലക്കടൽ തിരകളോടൊപ്പം നിലകൊള്ളുന്നു. കടൽക്കരയിൽ സഞ്ചാരികളും നഗരവാസികളും നായ്ക്കുട്ടികളുമെല്ലാം പ്രകൃതിയുടെ ഈ മനോഹാരിതയിൽ സ്വയം മറക്കുന്നു. അവിടെ നിന്ന് കുറേ മാറി സ്ഥിതി ചെയ്യുന്ന മലമുകളിൽ ഒരു വലിയ സ്തൂപം കാണാം. അതിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. കടലും മലയും ഒരുമിച്ച് നിലകൊള്ളുന്ന ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ദൂരെ കണ്ട മല മോന്തേ ഉർഗുളും അതിനു മുകളിൽ കണ്ട സ്തൂപം യേശുവിൻ്റേതുമാണ്. പണ്ട് കാലത്ത് കടൽമാർഗം വരുന്ന ശത്രുക്കളെ വീക്ഷിക്കുവാൻ നിർമ്മിച്ച ഒരു കോട്ടയുണ്ട്, കാസ്തിയോ ദെ ല മോത്ത. ഈ കാസലിന് മുകളിലാണ് നേരത്തെ കണ്ട യേശുവിൻ്റെ പ്രതിമ. ഇതിന് 12.5 മീറ്റർ ഉയരമുണ്ട്. സഗ്രാദോ കൊറസോൺ ദെ ഹെസൂസ്, അല്ലെങ്കിൽ പരിപാവനമായ യേശുവിൻ്റെ ഹൃദയം എന്നാണ് ഈ പ്രതിമ അറിയപ്പെടുന്നത്. മോന്തേ ഉർഗുളിൽ നിന്ന് നോക്കിയാൽ താഴെ നഗരവും കടലും ദൂരെയുള്ള മലകളുമൊക്കെ കാണാം. ഈ മലമുകളിലേക്ക് വരാൻ പല വഴികളുണ്ട്. എല്ലാം എത്തുന്നത് ഒരിടത്ത് തന്നെയാണ്. തിരികെയുള്ള യാത്ര അവിസ്മരണീയമായിരുന്നു. വസന്തം കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന ചെടികൾ, പല നിറത്തിൽ അവിടെ നിറയെ പൂക്കൾ കണ്ണുകൾക്ക് വിരുന്നൊരുക്കി. അനേകം ഋതുഭേദങ്ങൾക്ക് സാക്ഷിയായ പൈൻമരങ്ങൾക്കിടയിലൂടെ കടൽ കാണാം. നീലാകാശവും വിരുന്നൊരുക്കി നിൽക്കുന്ന പൂക്കളും പച്ച പിഞ്ചിളം ഇലകൾ കൂട്ടം കൂടി നിൽക്കുന്ന ചെടികളും പൈൻമരങ്ങളുടെ നേർത്ത ശിഖരങ്ങൾക്കിടയിൽ നിറം ചാർത്തിയ പോലെ കടലും. ആ ഒരു ഭംഗി വർണ്ണനാതീതമാണ്. മലയിറങ്ങി ഞങ്ങൾ നേരെ പോയത് പരമ്പരാഗത ബാസ് ചീസ് കേക്കിനു പ്രശസ്തി നേടിയ ലാ വിന്യ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ പ്രത്യേക പിഞ്ചോകളും ചീസ് കേക്കും കഴിച്ചു. ഈ ചീസ് കേക്ക് എന്നും മുന്നിൽ നിൽക്കും. അത് കഴിക്കാനായി അവിടെ എത്തുന്ന സഞ്ചാരികളും അനേകമാണ്. സമൃദ്ധമായ ഉച്ചഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. കടൽ യാത്ര നടത്താനായി ബോട്ടുകൾ അവിടെയുണ്ട്. പിന്നെ കടലിലേക്ക് ഇറങ്ങാൻ പാകത്തിന് പാലങ്ങളും കാണാം. ഒരുപാട് പേർ പാലത്തിൽ വെയിൽ കായുന്നുണ്ട്. ഞങ്ങളും ആ പാലത്തിൽ കയറി. തെളിമ നിറഞ്ഞ കടൽ, അവിടെ ഇരുന്നു കൊണ്ട് കുറച്ചപ്പുറമുള്ള ദ്വീപും കാണാം. കുറച്ചു നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പസയോ ദേ ലാസ് ത്രേസ് പ്ലായാസ്, അല്ലെങ്കിൽ 3 ബീച്ചുകളുടെ നടപ്പാതയിൽ കൂടി മുന്നോട്ട് നടന്നു. ഇതിനിടയിലൊക്കെയും കടലിലേക്ക് ഇറങ്ങാനുള്ള പാലങ്ങളും കൽപ്പടവുകളും ഉണ്ടായിരുന്നു. കാഠിന്യമില്ലാത്ത ഉച്ചവെയിലൂടെ തിരക്കേറിയ കടൽ കാഴ്ചകളും കരക്കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നു. ബീച്ചിനരികിൽ വളഞ്ഞു കിടക്കുന്ന അനേകം തൂണുകളുള്ള നിർമ്മിതിയിൽ കൂടി ഞങ്ങൾ യാത്ര തുടർന്നു. ഇടയ്ക്കൊക്കെയും കടലിൻ്റെ പല ഭാഗങ്ങളിലിറങ്ങി ഭംഗി ആസ്വദിച്ചു. ഒക്കെയും വ്യത്യസ്തമായ കാഴ്ചകളായി. ഏകദേശം 1 മണിക്കൂർ സഞ്ചരിച്ച് ഞങ്ങൾ ലാ കോഞ്ച ബീച്ചിലെ ഏറ്റവും പ്രശസ്തമായ പെയ്ന ദെൽ ബിയന്തോ, അല്ലെങ്കിൽ കാറ്റിൻ്റെ ചീപ്പ് എന്ന ശില്പത്തിനടുത്തെത്തി. എദ്വാർഡോ ചിയാദ നിർമ്മിച്ച ഈ ശില്പം സ്ഥാപിതമായത് 1977 അതിനുശേഷം ഞങ്ങൾ പോയത് 1893 പണികഴിപ്പിച്ച പാലസിയോ മിരാമാറിലേക്കാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ സ്പെയിനിലെ രാജകുടുംബം വേനൽക്കാലം ചിലവഴിക്കുന്നത് ഇവിടെയായിരുന്നു. ഇപ്പോൾ ഈ കൊട്ടാരം ബാസ്കെ സർവകലാശാലയുടെ വേനൽക്കാല ക്ലാസുകൾ നടത്താൻ ഉപയോഗിക്കുന്നു. പഴയ പട്ടണം ലക്ഷ്യമാക്കി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇടയ്ക്ക് വഴിയിൽ കുറച്ച് നർത്തകരുടെ പ്രകടനവും കണ്ടു. തിരയിറങ്ങിയ തീരവും സായാഹ്ന സൂര്യനും നഗരവീഥിയിലെ തിരക്കും അവരുടെ നൃത്തവും എന്നിവയിലെല്ലാം സാൻ സെബാസ്റ്റ്യൻ സംസ്കാരത്തിൻ്റെ ആത്മാവ് കാണാം. വെള്ളിയാഴ്ചയായതിനാൽ വൈകുന്നേരം നഗരത്തിന് ഉണർവേറെയാണ്. നഗരവാസികൾ കുടുംബമായി വാരാന്ത്യം ആഘോഷിക്കും. രാത്രി സന്തോഷവും ആവേശവുമാവും. അത്താഴമായി പുത്തൻ പിഞ്ചോകൾ കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ അന്നത്തെ ദിവസം അവസാനിച്ചു. സാൻ സെബാസ്റ്റ്യനിലെ മറ്റൊരു പ്രഭാതവും കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഈ 2 ദിവസവും അതിമനോഹാരിതയിൽ മോഹിപ്പിച്ച കടലിൻ്റെ ഹൃദയത്തിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ കടലുകളിലൊന്നായ ലാ കോഞ്ചയിലൂടെ ഒരു ബോട്ട് യാത്ര. കടലിനരികിലുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് 1 മണിക്കൂർ. കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഞങ്ങളോടൊപ്പം ഒരു നായ്ക്കുട്ടനും ഉണ്ടായിരുന്നു. ആ സമയം അത്രയും കടലിൻ്റെ താളമായിരുന്നു എല്ലാവർക്കും.
ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഫൂണിക്കുലാർ ദേ ഇഗൽദോ അഥവാ ഇഗൽദോ മലയിലേക്കുള്ള കേബിൾ കാർ യാത്ര നടത്തി. ഇഗൽദോ മലയുടെ ഏറ്റവും മുകളിലെത്താൻ ഈ കേബിൾ കാർ യാത്ര സഹായിക്കും. മുകളിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും അതിനോട് ചേർന്ന് 1855 നിർമ്മിച്ച ഒരു ലൈറ്റ് ഹൗസും കാണാം. ഇവിടെ നിന്നാൽ ലാ കോഞ്ച ബീച്ച് മൊത്തത്തിൽ കാണാം. പച്ചപ്പ് വാരി വിതറിയ മലനിരകൾക്കിടയിൽ സൂര്യരശ്മികളാൽ തിളങ്ങി നിൽക്കുന്ന അതിസുന്ദരിയായ ലാ കോഞ്ച ബീച്ച്. ആ കാഴ്ച നൽകുന്ന ആനന്ദം മാത്രം മതി പിരിമുറുക്കങ്ങളൊക്കെയും മറന്ന് ശാന്തതയുടെ കൊടുമുടി താണ്ടുവാൻ. ഭംഗിയൊക്കെയും ആസ്വദിച്ചതിനു ശേഷം കേബിൾ കാറിൽ തിരിച്ചിറങ്ങി വന്ന വഴി തിരികെ നടന്നു. വൈകുന്നേരം 5 മണിയോടെ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ കൊത്തിവെച്ചുകൊണ്ട് സാൻ സെബാസ്റ്റ്യനിൽ നിന്നും റെൻഫയുടെ ട്രെയിനിൽ ചമാർത്തിനിലേക്ക് യാത്ര തിരിച്ചു. യാത്രകളും കാഴ്ചകളും ഒരിക്കലും അവസാനിക്കുന്നില്ല, അവ തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു യാത്രയുടെ ഓർമ്മകളുമായി വീണ്ടും എത്താം.